നല്ല നീളത്തിൽ തിക്കോടും കൂടിയിട്ടുള്ള മുടി അത് ആഗ്രഹിക്കാത്ത സ്ത്രീകൾ ആരും തന്നെ ഉണ്ടാവില്ല അല്ലേ? എന്നാൽ ഏറ്റവും സിമ്പിളായിട്ട് മുടി വളർത്തിയെടുക്കാനായിട്ട് ഒരു അടിപൊളിയായിട്ട് ടിപ്പ് ഞാൻ പറഞ്ഞുതരാം. ഇത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു മാസം കൊണ്ട് തന്നെ നല്ല രീതിയിൽ മുടി വളർത്തിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇതൊരു ടോണിക്ക് പോലെ നമ്മളിപ്പോൾ ശരീരത്തിനൊക്കെ കൊടുക്കുന്ന ഒരു ടോണിക്കില്ല, എനർജി ബൂസ്റ്റർ പോലെയൊക്കെയുള്ള ഒരു അടിപൊളി സാധനമാണ്. ഇത് നമുക്ക് ഇതുപോലെ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇടയ്ക്ക് കുളിക്കുന്നതിന് മുമ്പോ അല്ലെങ്കിൽ രാത്രി കിടക്കുന്നതിന് മുമ്പോ തലയിലൊന്ന് നന്നായിട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നല്ല രീതിക്ക് ഒരു മസാജിങ്ങും കൂടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല രീതിക്ക് ഒരു ബേബി ഹെയർ ഒക്കെ വന്ന് നമ്മുടെ തിക്കോടും കൂടിയിട്ടുള്ള നല്ല നീളത്തിലുള്ള മുടി വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്നും എത്ര സിമ്പിളായിട്ടാണ് നമുക്കിത് തയ്യാറാക്കി വെക്കാൻ പറ്റുന്നത് എന്നൊക്കെ നമുക്ക് നോക്കാം. അതിനു മുമ്പ് പുതിയതായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് കൂടാൻ മറക്കരുത് കേട്ടോ. പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഉപകാരപ്പെടുമെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ അവർക്കും കൂടെയൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടി മറക്കരുത് കേട്ടോ. ഇത് നമുക്ക് സ്ത്രീകൾക്ക് മാത്രമല്ല പുരുഷന്മാർക്കും കുട്ടികൾക്കും ഒക്കെ നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ തന്നെ റിസൾട്ടിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു റിസൾട്ട് തന്നെ കിട്ടും. മടിക്കാതെ തന്നെ നിങ്ങൾക്ക് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിൽ ഏറ്റവും വലിയ കണ്ടന്റ് എന്ന് പറയുന്നത് റോസ്മേരി ലീഫാണ് കേട്ടോ. റോസ്മേരി ലീഫ് ഉപയോഗിക്കുന്നവരുമ്പോൾ കുറച്ച് കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക. നല്ല ക്വാളിറ്റിയുള്ള നല്ല രീതിയിലുള്ള റോസ്മേരി ലീഫ് ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിക്കുക. കെമിക്കൽ ഫ്രീ ആണെന്ന് ഉറപ്പുവരുത്താനും ശ്രമിക്കണം കേട്ടോ. തലേ ദിവസം തന്നെ ഞാൻ ഒരു പാത്രം എടുത്തിട്ട് അതിനകത്തേക്ക് നമ്മുടെ ഉലുവ ഒരു ടേബിൾ സ്പൂണ് കഴുകി ക്ലീൻ ചെയ്തത് ഇതുപോലെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ റോസ്മേരി ലീഫാണ്. റോസ്മേരി ലീഫ് എത്രത്തോളം നല്ലതാണ് നമ്മുടെ ഹെയറിന് ഇപ്പോൾ നിങ്ങൾ ഒരുപാട് വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാവും. അത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ സത്യമായിട്ടുള്ള കാര്യമാണ് കേട്ടോ. നല്ല ഒറിജിനൽ ആയിട്ടുള്ള റോസ്മേരി ലീഫാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ റിസൾട്ടിൻ്റെ കാര്യം പക്കയാണ്. നിങ്ങൾക്ക് ഏത് തരം റോസ്മേരി ലീഫ് വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ നമ്മൾ ആര്യസ് ഹെർബൽസിൻ്റെ റോസ്മേരി ലീവ്സ് നല്ല ക്വാളിറ്റിയിലുള്ളത് സെയിൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ നേരത്തെ എടുത്തു വെച്ചതിനകത്തേക്ക്, അതായത് ഒരു ടേബിൾ സ്പൂൺ ഉലുവ കഴുകിയതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നമ്മുടെ റോസ്മേരി ലീഫും കൂടെ ചേർത്ത് 1.5 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് സോക്ക് ചെയ്യാനായിട്ട് മാറ്റിവെക്കും. ആമസോണിൽ നിന്ന് വാങ്ങിയിട്ടുള്ള 1-2 പ്രോഡക്റ്റ് ഞാൻ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തരാം. ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്കൊന്ന് പർച്ചേസ് ചെയ്യാം. താഴെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. അപ്പം ഞാൻ ഈ കാണിക്കുന്നത് ഒരു ഫുൾ ആയിട്ടുള്ള ഒരു ഗൗൺ ആണ്. ഇതൊരു ഷിഫോൺ മെറ്റീരിയൽ പോലെയുള്ള ഒരു മെറ്റീരിയലാണ്. നല്ല ലാസ്റ്റ് ചെയ്യുന്ന ഒരു മെറ്റീരിയലാണ് കേട്ടോ. അപ്പം ഇതിൽ വരുന്നത് ഫുൾ ആയിട്ടുള്ള ഒരു ഗൗൺ ആണ്. ഫുൾ സ്ലീവിലൊക്കെ വരുന്ന നല്ലൊരു അടിപൊളിയായിട്ടുള്ള ട്രെൻഡി ആയിട്ടുള്ള ഒരു ഗൗൺ ആണ് കേട്ടോ. നമ്മളൊരു മോഡലൊക്കെ ആയിട്ട് കോളേജിൽ പോകുന്ന കുട്ടികൾക്കും അതുപോലെ തന്നെ അല്ലാത്തവർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു നല്ല അടിപൊളി കളർഫുൾ ആയിട്ടുള്ള മെറ്റീരിയലിൽ വരുന്ന ഒരു ഗൗൺ ആണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ലിങ്ക് ഞാൻ താഴത്തെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇത് വരുന്നത് മുട്ട് വരെ നിൽക്കുന്നതാണ് കേട്ടോ. ശരിക്കും ഒരു റാപ്പർ പോലെയാണ് തോന്നുന്നത്. പക്ഷെ എന്നാലും പുറമേ നിന്ന് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് റാപ്പർ ആണെന്ന് തോന്നാത്ത രീതിയിൽ അടിപൊളിയായിട്ടുള്ള ഒരു കളർ കോമ്പിനേഷനിൽ വരുന്ന നല്ലൊരു ടോപ്പ്, ജീൻസിൻ്റെ കൂടെയും ലെഗിൻസിൻ്റെ കൂടെയും ഒക്കെ നമുക്ക് പെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ആയിട്ടുള്ള ഒരു എന്താ പറയുക ടോപ്പാണ് കേട്ടോ. ഇതിന്റെ സ്ലീവ് വരുന്നത് ഈ ബലൂൺ സ്ലീവ് പോലെയൊക്കെ ഫുള്ളായിട്ട് വരുന്നതാണ്. താഴത്ത് നമ്മുടെ ഒരു എന്താ പറയുക അറ്റത്തായിട്ട് ഇതിലൊരു ലാസ്റ്റിക് ഒക്കെ കൊടുത്തിട്ടുണ്ട്. നല്ലൊരു കളർ കോമ്പിനേഷനിലും ഡിസൈനിലൊക്കെ വരുന്ന നല്ല അടിപൊളി മെറ്റീരിയൽ വരുന്ന ഒരു സൂപ്പർ ആയിട്ടുള്ള ഒരു ടോപ്പാണ് കേട്ടോ. ഇടാനൊക്കെ നല്ല ഈസിയും അത് കംഫർട്ടും ആയിട്ടൊക്കെയുള്ള ഒരു അടിപൊളി ആയിട്ടുള്ള ടോപ്പ്. പിന്നീട് വരുന്നത് ഷർട്ട് മോഡലുള്ള ഈ ഒരു എന്താ പറയുക ഒരു സംഭവമാണ് കേട്ടോ. ഇതിനിപ്പോൾ കുർത്തി എന്ന് പറയാം, അല്ലെങ്കിൽ ഒരു ഫുൾ ഷർട്ട് അങ്ങനെ വേണമെങ്കിലും പറയാം കേട്ടോ. ഇതിന് ഏറ്റവും വലുതായിട്ട് തോന്നിയത് ഇതിൻ്റെ കളറാണ്. കളർ വരുന്നത് പിന്നെ ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നതും സൂപ്പറാണ് കേട്ടോ. മെറ്റീരിയൽ ഒരു പ്രത്യേകതരം മെറ്റീരിയലാണ് ഇത് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്. ഇതിന് പോക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ബട്ടൺസ് ആയിട്ടും വരുന്നുണ്ട്. പിന്നെ വരുന്നത് ഫുൾ സ്ലീവ് തന്നെയാണ്. കോളർ മോഡലിൽ ഷർട്ടിൻ്റെ ഒരു രീതിയിലാണ് വരുന്നത് കേട്ടോ. അടുത്തത് വരുന്നത് നല്ലൊരു ഗ്രീൻ ഷെയ്ഡിൽ വരുന്ന ടീഷർട്ടാണ്. ജെൻസിൻ്റെ ഒക്കെ ടീഷർട്ടാണ് കേട്ടോ. ഇതിൻ്റെ കമ്പനി വരുന്നത് ഈ എന്താ പറയുക ഈ ഒരു കമ്പനീൻ്റെ പേര് കാണുന്നില്ലേ, ഇതാണ് ഇതിൻ്റെ കമ്പനി വരുന്നത്. നല്ലൊരു മെറ്റീരിയലാണ്. ഒരുപാട് റേറ്റും കാര്യങ്ങളൊന്നുമില്ല. എന്നാലും നമുക്ക് വാഷ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ല കംഫർട്ടായിട്ടുള്ള അടിപൊളി കളറിൽ വരുന്ന നല്ലൊരു ബനിയനാണ് കേട്ടോ. ഇനി നമുക്ക് വേറൊരു ബനിയനും കൂടെ പരിചയപ്പെടാം. അത് ഈ ഒരു യെല്ലോ ഷെയ്ഡിൽ വരുന്ന ഒരു ബനിയനാണ്. ഞാനാണെങ്കിൽ യെല്ലോയുടെ ആളാണ് കേട്ടോ. അപ്പോൾ യെല്ലോ ഷെയ്ഡിൽ വരുന്ന ജെൻസിൻ്റെ തന്നെ ബനിയനാണ് കേട്ടോ. ഇതും എന്താ പറയുക ആ ഒരു കമ്പനിയുടെ തന്നെയാണ് കേട്ടോ വരുന്നത്. ഇതിനും വരുന്ന മെറ്റീരിയൽ സെയിം മെറ്റീരിയൽ തന്നെയാണ്. നല്ല കംഫർട്ടാണ്, നല്ല അടിപൊളി കളറാണ്. എന്താ പറയുക ഒരുപാട് റേറ്റും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഇതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ താല്പര്യമുള്ളവർക്ക് താഴത്തെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം കേട്ടോ. ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാൻ മറക്കരുതേ. രാത്രിയാണ് നമ്മളിതെല്ലാം സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പം രാവിലെ ആയിട്ടുണ്ടേ.
ഇപ്പം നന്നായിട്ട് കുതിർന്നൊക്കെ വന്നിട്ടുണ്ട്. നമ്മുടെ ഉലുവയുടെയൊക്കെ സത്തും റോസ്മേരിയുടെ സത്തൊക്കെ വെള്ളത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, നന്നായിട്ട് ഉലുവ നല്ല സോഫ്റ്റ് ആയിട്ട് സോക്കായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ വേറൊരു പാത്രത്തിനകത്തേക്ക് മാറ്റി വെക്കാം. അത്യാവശ്യം കുറച്ച് വലിപ്പമുള്ളൊരു പാത്രത്തിനകത്തേക്ക് നമ്മൾ ഇതെല്ലാം കൂടി മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി ആ പാത്രം കേട്ടിട്ട് കുറച്ച് വെള്ളം കൂടി ഞാൻ അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതെ, ഇതെല്ലാം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടപ്പിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി നന്നായിട്ട് ഇതിനെ ഒന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇൻഡക്ഷൻ കുക്കറിലാണ് വെക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്യാസ് അടുപ്പിൽ വെച്ച് കൊടുത്താൽ മതി. ഇനി ഇതിനകത്തേക്ക് ഞാനൊരു 1.5 ടേബിൾ സ്പൂണോളം നമ്മുടെ ചായപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. വെറുതെ തേയില വെള്ളം ഇതുപോലെ തിളപ്പിച്ചിട്ട് തലയിലൊന്ന് സ്പ്രേ ചെയ്ത് രാത്രി കിടക്കുന്നതിന് മുമ്പ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടി മുടി കൊഴിച്ചിലൊക്കെ മാറി മുടി നന്നായിട്ട് വളരാനായിട്ട് സഹായിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മുടെ ഉലുവയും റോസ്മേരിയും കൂടി ഉണ്ടെങ്കിൽ പിന്നെ പറയേണ്ടതില്ലല്ലോ, ഇരട്ടി വേഗത്തിൽ നമ്മുടെ മുടി വളരും. ഇത് ഞാൻ ചുമ്മാ പറയുന്ന കാര്യമില്ല. ഞാനിത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് ഒരുപാട് പേർക്ക് കിട്ടിയതിന് ശേഷമാണ് ഞാൻ നിങ്ങൾക്കിത് പറഞ്ഞു തരുന്നത് കേട്ടോ. ഇപ്പോൾ നമ്മുടെ ആ ഒരു റോസ്മേരിയും അതുപോലെ തന്നെ ഉലുവയും വേപ്പിലയും ചായപ്പൊടിയൊക്കെ കൂടി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി തീ ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് റൂം ടെമ്പറേച്ചറിലേക്ക് ആയി വരുന്നവരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ ദേ നമ്മൾ റൂം ടെമ്പറേച്ചറിലൊക്കെ ആയി വന്നിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, ഈ ഒരു കളറിൽ നമ്മളൊന്ന് അരിച്ച് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതാണ് നമ്മുടെ തലയിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടി പോകുന്ന സാധനം. ഇനി ഇതെങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതും അതിന് എന്താണ് ഗുണങ്ങളെന്നും ഒക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ദേ ഈ ഒരു സംഭവം ഞാൻ നേരെ ഒരു ബോട്ടിലേക്ക് മാറ്റാൻ പോവുകയാണ്. അപ്പോൾ എനിക്കൊരു ഗ്ലാസും ഇത്ര കൂടി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് അരിച്ച് നമുക്ക് വേറൊരു പാത്രത്തിനകത്താക്കി മാറ്റി വയ്ക്കാം. ഇത് അധികം ദിവസം നമുക്ക് പുറത്ത് വെച്ച് യൂസ് ചെയ്യാൻ പറ്റില്ല, കാരണം ഉലുവയൊക്കെ ഉള്ളതുകൊണ്ട് ചീത്തായി പോകും. ഇനി നമുക്ക് ഇതിനെ ഒരു സ്പ്രേ ബോട്ടിലേക്ക് മാറ്റാം. കണ്ടില്ലേ, അപ്പം ഞാൻ ഈ ഒരു ബോട്ടിലേക്ക് ഇതിനെ അങ്ങോട്ട് ഒഴിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇത് അടച്ചു വെച്ചിട്ട് എന്താ പറയുക, സ്പ്രേ ചെയ്യുന്ന ബോട്ടിൽ. ഇപ്പം ഇതില്ല എന്ന് വെച്ചാൽ ആരും വിഷമിക്കുകയൊന്നും വേണ്ട. നമ്മുടെ കയ്യിലുള്ള സാധാരണ ഒരു ബോട്ടിലാക്കി വെച്ചാലും മതി കേട്ടോ. സ്പ്രേ ബോട്ടിൽ ഉണ്ടെങ്കിൽ നമുക്ക് യൂസ് ചെയ്യുന്ന രീതി കുറച്ചും കൂടി ഈസി ആയിരിക്കും. അതുകൊണ്ടാണ് സ്പ്രേ ബോട്ടിലിൻ്റെ കാര്യം പറഞ്ഞത്. ഇനി നമുക്ക് രാത്രി കിടക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ കുളിക്കുന്നതിന് 1 മണിക്കൂർ മുമ്പോ നമ്മുടെ തലയിലേക്ക് ഓരോ മുടിയുടെ ഭാഗവും ഇതുപോലെ വകഞ്ഞിങ്ങനെ എടുത്തതിന് ശേഷം അതിൻ്റെ ആ ഒരു റൂട്ടിൽ, അതായത് തലയോട്ടിയിലേക്ക് നന്നായിട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇപ്പോൾ പുരുഷന്മാരാവട്ടെ സ്ത്രീകളാവട്ടെ അതുപോലെ തന്നെ കുട്ടികളാവട്ടെ ആർക്ക് വേണമെങ്കിലും ഇത് നമുക്ക് യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇതുപോലെ നമ്മൾ എല്ലാ ഭാഗത്തേക്കും തലയോട്ടിയിൽ നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നല്ല പോലെ ഒന്ന് മസാജ് ചെയ്യുക. ഒരു 10-15 മിനിറ്റോളം ഇതുപോലൊരു മസാജിങ് കൊടുക്കുക കേട്ടോ. തലയിൽ ബ്ലഡ് സർക്കുലേഷനൊക്കെ കൂടാനും മുടി വളരാനൊക്കെ ഒരുപാട് നല്ലതാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ദിവസങ്ങൾ കൊണ്ട് തന്നെ ഒരുപാട് ബേബി ഹെയർസ് ഒക്കെ നിങ്ങളുടെ തലയിൽ വരുന്നതായിട്ട് കാണാം. അതുപോലെ തന്നെ മുടിയുടെ വളർച്ച ഇരട്ടി വേഗത്തിലാവുന്നതും കാണാം കേട്ടോ. അപ്പോൾ റോസ്മേരി ലീവ്സ് വേണം, അതുപോലെ തന്നെ റോസ്മേരി വാട്ടർ വേണം എന്നുള്ളവരൊക്കെ ഈ കാണുന്ന നമ്പറിൽ ഒരു മെസ്സേജ് ഇട്ടാൽ മതി. നമ്മൾ സെയിൽ ചെയ്യുന്നതുണ്ട് കേട്ടോ. വളരെ റേറ്റ് കുറവിലാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത്. അതുപോലെ തന്നെ നല്ല ഒരു എന്താ പറയുക, നല്ല ക്വാളിറ്റിയിലുള്ള സംഭവമാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത്. ഇപ്പം അകത്ത് കഴിക്കാൻ പറ്റിയിട്ടുള്ളതാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇത് വേണ്ടവർ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. നേരത്തെ പറഞ്ഞ പോലെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. പിന്നെ ഇതുപോലെ നമ്മൾ ചെയ്തിട്ട് സോപ്പോ ഷാമ്പോ ഒന്നും ഉപയോഗിക്കാണ്ട് വെറുതെ പച്ചവെള്ളത്തിൽ കഴുകി കളഞ്ഞാൽ മതി കേട്ടോ. അത്രയും സിമ്പിളായിട്ട് നമ്മുടെ തലയിൽ നിന്ന് നമുക്കിത് റിമൂവ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാൻ വേണ്ടി മറക്കരുതേ. അടുത്ത വീഡിയോ ആയിട്ട് വരാം. അതുവരെ എല്ലാവരോടും ഒരുപാട് സ്നേഹത്തോടെ നിങ്ങളുടെ സ്വന്തം ഫ്രം ആരിസവൻ. താങ്ക് യു.